രാധാകൃഷ്ണന് ഷർട്ടും പാൻസൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പോകുന്നത് ഒരു പേഴ്സ് വാങ്ങിക്കാനാണ്. ഇപ്പം മെർത്ത ബസാറിൻ്റെ അങ്ങനെ കയറി പോവാം, അല്ലെങ്കിൽ അവിടെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാമെന്നൊക്കെ വിചാരിച്ച് നടക്കുന്ന നട്ടേക്കാണ്. അപ്പോൾ ഇവിടെയൊക്കെ വലിയ തിരക്ക് കാണുന്നത് തിരക്കുണ്ട്, എന്നാൽ അത്ര തിരക്കുമില്ല. പക്ഷേ ക്രിസ്മസിൻ്റെ സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. 100 രൂപ 10 രൂപ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ആളുകൾ കുറേ കാര്യങ്ങളൊക്കെ സെല് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ നേരെ പോകുന്നുണ്ട്. അപ്പോൾ ചിന്നുമാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും മേത്ത ബസാറിൻ്റെ ആ ഒരു ഏരിയയിലോട്ട് എത്തിയപ്പോൾ തന്നെ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ, അതായത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ അവിടെ ഭയങ്കര തിരക്ക്. അതെന്ന് വെച്ചാൽ ഒരു ഇടുങ്ങിയ വഴിയാണല്ലോ മേത്ത ബസാറിലോട്ടുള്ളത്. നമ്മൾ ബ്രോഡ്വേയിൽ മേത്ത ബസാറിലാണ് കുറേ അധികം ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉള്ളത്, ഹോൾസെയിലായിട്ട് അങ്ങനെ ഇല്ലാണ്ടൊക്കെ. അതിപ്പോൾ തയ്യലിൻ്റെ ആയാലും അല്ലാതെ ഇതുപോലത്തെ ഇതാണ് മേത്ത ബസാറേ. ഇതിൻ്റെ ഉള്ളിലോട്ട് ഞാൻ നോക്കുമ്പോൾ തന്നെ നിറയെ ആൾക്കാർ നിൽക്കുന്നത്. പിന്നെ അതിനകത്ത് ഇടിവെച്ച് കയറിപ്പോയിട്ട് എന്തിനാണെന്ന് വിചാരിച്ച് ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റ് റോഡല്ല, ഓപ്പോസിറ്റ് ഒരു വഴിയുണ്ട്. അവിടെയാണ് ഇഷ്ടം പോലെ സ്റ്റാറും അതുപോലെ ഇതുപോലത്തെ കാര്യങ്ങൾ. അപ്പം ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് നടന്നു വന്ന വഴിയാണ്. അപ്പം അതിനുശേഷം നേരെ നമ്മൾ നടന്നങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഒരു എൻഡിങ് പോലെ കാണാം. അതെനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. ഈ ബ്രോഡ്വേയിൽ ഒന്നത്തെ കാര്യം ഒരു കടയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ലേ. എന്നുവെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ വഴികളുള്ളതുകൊണ്ട് എനിക്ക് തന്നെ കൺഫ്യൂഷനാകും. പിന്നെ കട 1-2 പ്രാവശ്യം പോയതോടെ എനിക്കിപ്പോൾ അറിയാം. അപ്പോൾ അവിടെ പേഴ്സും അല്ലെങ്കിൽ ബാഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചീപ്പ് റേറ്റായിട്ട് തോന്നിക്കുന്നത്. സാധാരണ കടയിനേക്കാളും ഒക്കെ ഭയങ്കര വിലക്കുറവാണ് അവിടുത്തെ സാധനങ്ങൾക്ക് എല്ലാത്തിനും. അത് പേഴ്സായാലും ബാഗായാലും. ഞാൻ പുറത്തുനിന്ന് വാങ്ങിയ ബാഗ് പേഴ്സൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു 100-200 രൂപ കുറവുണ്ട്. ചെറിയ മണി പേഴ്സ് ആണെങ്കിൽ പോലും അതിന് ഇപ്പം ഞാൻ വാങ്ങിയത് 120 രൂപ എന്തോ ആണ്. അപ്പോൾ എനിക്കത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിലക്കുറവായിട്ടാണ്. കാരണം വേറൊന്നുമില്ല, എൻ്റെ കയ്യിലുള്ള പേഴ്സ്, ഞാൻ ഈ കൈ പിടിച്ചുകൊണ്ട് നടക്കുന്ന പേഴ്സില്ലേ, അതിന് ഭയങ്കര വില 350 രൂപ എന്തായിരുന്നു അങ്ങനെ വെച്ചിട്ട്. അതിനുശേഷം ഞങ്ങൾ നേരെ ഇറങ്ങി വരുന്നത്, എനിക്കിതുണ്ട് മറ്റേ സിംഹ കൊട്ടാരമല്ല, ഇങ്ങനെ കൊട്ടാരം ഇല്ലേ, അത് വെച്ചാൽ ഭയങ്കര അങ്ങനത്തെ കസേരയൊക്കെ വെച്ചിട്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. ഭയങ്കര കാമൻ ക്വയറ്റായിട്ട് അത്യാവശ്യം ഭയങ്കര സെറ്റപ്പ് ഹോട്ടലാണെന്നൊക്കെ എനിക്ക് തോന്നിയതല്ല, സെറ്റപ്പ് ഹോട്ടലായിരുന്നു. അപ്പോൾ ഹാഫ് ബിരിയാണിയാണ് പറഞ്ഞത് 2 പേരും. കാരണം അതിൽ കൂടുതലൊന്നും എനിക്കങ്ങനെ കഴിക്കാൻ പറ്റില്ല, അന്നത്തെ കാര്യം തുമ്മലുണ്ടായിരുന്നല്ലോ. അപ്പോൾ എനിക്ക് കഴിക്കാൻ പറ്റുന്ന ഹാഫ് ബിരിയാണിയാണ് കേട്ടോ ഈ കാണുന്നത്. ചിക്കൻ ബിരിയാണിയാണ് വാങ്ങിയത്. നല്ലതായിരുന്നു, വലിയ കുഴപ്പമൊന്നുമില്ല, എനിക്കിഷ്ടമായി. പിന്നെ ചിന്നു ഞാൻ വിചാരിച്ചു ഫുള്ള് കഴിക്കുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ പുള്ളിക്കാരി ഹാഫ് തന്നെ പറഞ്ഞത്. അങ്ങനെ 2 ഹാഫ് ബിരിയാണിയൊക്കെ പറഞ്ഞ് കഴിച്ചേച്ച് വരുന്നത് നമ്മുടെ മേനയിൽ തന്നെയുള്ള ഷോപ്പാണ്. ആദ്യമായിട്ട് ഞങ്ങൾ ഈ കടയിൽ കയറുന്നത്. അപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് അവിടെ എല്ലാവരും മറ്റേ നമ്മുടെ പപ്പാനിയുടെ ക്യാപ്പൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ സെറ്റപ്പ്, പിന്നെ ആ ഫുഡ് വെക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ഈ ഒരു ഇതെല്ലാം വെച്ചിട്ട്, ഇതൊക്കെ ചിന്നു എടുത്ത വീഡിയോ ആട്ടോ. അതൊക്കെ ഞാൻ ജസ്റ്റ് അങ്ങനെ വീഡിയോ തന്നെ കണ്ടത്. എനിക്ക് ആ ഒരു വല്ലാത്ത അവസ്ഥയുകൊണ്ട് ഞാൻ കൂടുതൽ ഇതിനൊന്നും നിന്നില്ല. വേഗം ഭക്ഷണം കഴിച്ച് പിന്നെ അടുത്ത സ്ഥലത്തോട്ട് പോകുന്ന കാണാൻ. അടുത്ത വിശേഷം നെക്സ്റ്റ് ഷോർട്സിൽ കാണാം കേട്ടോ. ബൈ.